ഗൈസ്, ഞാൻ ഇന്ന് തിരുവനന്തപുരത്താണ്. യൂട്യൂബിന്റെ ഒരു വർക്ക്ഷോപ്പിന് പങ്കെടുക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. കനകക്കുന്ന് കൊട്ടാരത്തിലാണ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. എൻട്രി പാസ് കിട്ടിക്കഴിഞ്ഞു. എൻട്രി പാസിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ട്രാപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ചേന്ദമംഗലത്തെ ഈ ഫ്ലഡ് നശിച്ചുപോയ തുണികൾ ഉപയോഗിച്ചാണ്. മാതൃഭൂമിയുടെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിന്റെ ഭാഗമായാണ് യൂട്യൂബ് വർക്ക്ഷോപ്പും കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഫെസ്റ്റിവലിന്റെ ഭാഗമായി കൊട്ടാരത്തിന് ചുറ്റും കൊട്ടാരത്തിനകത്തുമായിട്ട് പല വേദികൾ, പല പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിലിറങ്ങി വന്ന നമ്മുടെ താരങ്ങൾ, ഈ താരങ്ങളെയൊക്കെ അടുത്ത് കാണാൻ കിട്ടുന്ന ഒരു നല്ല അവസരമായിരുന്നു. യൂട്യൂബിലെ പാർട്ണർ മാനേജറായ ഭരത് ഗംഗാധരൻ നയിക്കുന്ന എന്തിന് നിങ്ങളുടെ കഥ യൂട്യൂബിൽ പറയണം എന്ന വർക്ക്ഷോപ്പ് ഇവിടെ ആരംഭിക്കുകയായി. 45 മിനിറ്റിലധികം ഉണ്ടായിരുന്ന ഭരത് ഗംഗാധരന്റെ ഈ പ്രസന്റേഷൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ ചുരുക്കി അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു കാലത്ത് ഇംഗ്ലീഷ് വീഡിയോകൾ മാത്രം ക്ലിക്കായിരുന്ന യൂട്യൂബിൽ ഇന്ന് മലയാളി കണ്ടന്റുകൾ അല്ലെങ്കിൽ മലയാളം കണ്ടന്റുകൾ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മലയാളം കണ്ടന്റുകൾ വൈറലാവാൻ തുടങ്ങിയിരിക്കുന്നു. മലയാളം വീഡിയോകളിലൂടെ പ്രശസ്തരായവർ, ലോകത്തിന്റെ നെറുകയിലെത്തിയവർ ധാരാളമുണ്ട്. നമ്മുടെ എക്സാമ്പിൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിൽ കൂടെ പ്രശസ്തരായ പ്രിയ പ്രകാശ് വാര്യർ എന്ന നടിയെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു മലയാളം കണ്ടന്റിലെ സെക്കൻഡുകൾ കൊണ്ട് പ്രിയയ്ക്ക് ബോളിവുഡിൽ എത്താൻ കഴിഞ്ഞു, BBC എത്താൻ കഴിഞ്ഞു. നിങ്ങൾ നോക്കി, എന്തൊരു പവറാണ് നമ്മുടെ മലയാളം കണ്ടന്റിന്. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരാം. അതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് വൈറലാവുമോ? ഈ ഒരു വീഡിയോയുടെ വ്യൂവേഴ്സ് ഗ്രാഫ് ഒന്ന് നോക്കാം നമുക്ക്. ഇതൊരാൾ മൊബൈലിൽ എടുത്ത ഒരു ഡബിൾ റെയിൻബോയുടെ വ്യൂവേഴ്സ് ഗ്രാഫാണ്. ഇത് പോസ്റ്റ് ചെയ്ത് നാളുകൾക്ക് ശേഷമാണ് വൈറലായത്. നിങ്ങൾക്ക് ആ ഗ്രാഫ് കാണാം. അതുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വീഡിയോ ഒറ്റ രാത്രി കൊണ്ടൊന്നും വൈറലാവണമെന്നില്ല. പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീഡിയോ ഒരുപക്ഷെ വൈറലാവാം. എങ്ങനെ നമുക്കൊരു വീഡിയോ വൈറലാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഡബിൾ റെയിൻബോയുടെ വീഡിയോ എങ്ങനെ വൈറലായെന്നറിയാമോ? ജിമ്മി കിമ്മൽ എന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റി ഈ ഡബിൾ റെയിൻബോയുടെ മൊബൈലിലെടുത്ത് ഒരു നിലവാരമില്ലാത്തൊരു വീഡിയോ ആണ്. അത്രത്തോളം മൊബൈലിലെടുത്ത് ഷൂട്ട് ചെയ്ത, ഹൊറിസോണ്ടൽ മോഡൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റിന് ശേഷം ആ വീഡിയോ വൈറലാവുകയായിരുന്നു. ഇതേ ജിമ്മി കിമ്മൽ തന്നെയാണ് നമ്മുടെ ജിമ്മിക്ക് കമ്മൽ സോങ്ങും വൈറലാക്കിയത്. ആരോ ജിമ്മി കിമ്മലിന് ഒരു ട്വീറ്റ് അയച്ചു കൊടുത്തു ജിമ്മിക്ക് കമ്മലിനെ കുറിച്ച്. ജിമ്മി കിമ്മൽ അത് ആ വീഡിയോ പോലും കാണാതെ അത് റീട്വീറ്റ് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ധാരാളം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോകൾ വൈറലാക്കാൻ നമുക്ക് കഴിയും. ഇത്തരത്തിലുള്ള ജിമ്മി കിമ്മലിനെ പോലുള്ള വലിയ ഇൻഫ്ലുവൻസേഴ്സ്, ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾക്ക് നേരിട്ട് സമീപിക്കാം. നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ചോദിക്കാം. അങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറൽ വീഡിയോസ് ഉണ്ടാക്കാൻ കഴിയും, കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാൻ കഴിയും, കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ കഴിയും. എന്തിന് നിങ്ങളുടെ കഥ യൂട്യൂബിൽ പറയണം? യൂട്യൂബിലല്ലാതെ നിങ്ങൾ എവിടാണ് ഈ ഒരു 21ാം നൂറ്റാണ്ടിൽ നിങ്ങളുടെ കഥ പറയാൻ പോകുന്നത്? കാരണം വീഡിയോ എന്ന മാധ്യമം അത്രത്തോളം ജനങ്ങൾ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 2005 ഒരു പിക്ചറാണ് ഞാനിപ്പം കാണിച്ചത്. 2005 പോപ്പ് ജോൺ പോൾ രണ്ടാമന്റെ ശവസംസ്കാര ശുശ്രൂഷയിലെ പിക്ചറാണ്. ആരുടെയും കയ്യിൽ ക്യാമറയൊന്നുമില്ല, 1-2 പേരുടെ കയ്യിൽ ഇങ്ങനെ ക്യാമറയുണ്ട്. 2005 സംഭവമാണ്. 2005 ശേഷം 2013 വന്നപ്പോ നോക്കിയേ, ഇത് പോപ്പ് ബെനഡിക്റ്റിന്റെ റെസിഗ്നേഷന് കൂടിയവരാണ്. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകൾ മിന്നി കത്തി നിൽക്കുന്നു.
നമ്മൾ പ്രതികരിക്കുന്ന പോലും വീഡിയോകളുടെ രൂപത്തിലായി കഴിഞ്ഞു. എല്ലാവരും ക്രിയേറ്റേഴ്സ് ആയി കഴിഞ്ഞു. ഇത് അങ്ങ് റോമിലൊന്നും പോണ്ടാണ്ടേ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് നോക്കി ഈ പിക്ചറ്, നമ്മളെല്ലാവരും ക്യാമറയായിട്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാം വീഡിയോകൾ കൊണ്ടാണ് ഇന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്. വീഡിയോ കൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനുപരി ജിയോയുടെ വരവോടുകൂടി നമ്മൾ വീഡിയോകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് ടെക്സ്റ്റുകൾ മാത്രം സെർച്ച് ചെയ്യുന്ന നമ്മള് GB തീർക്കാൻ വേണ്ടി വീഡിയോകൾ കണ്ടു തുടങ്ങി. ഇപ്പൊ നമ്മൾ വീഡിയോകൾക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ഇന്റർനെറ്റിന്റെ സെർച്ചിങ് രീതിയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോ വീഡിയോകളാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് 400 മില്യൺ ആൾക്കാരിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. അതിൽ 300 മില്യണും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള മൊബൈൽ ഫോൺ വഴിയാണ് നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് 300 മില്യൺ ആൾക്കാരിലേക്ക് എത്താൻ കഴിയും. എത്രത്തോളം അതിന്റെ വ്യാപ്തി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ രാജ്യത്തിന് ലോകത്തില് പ്രധാന സ്ഥാനമാണ് ഇന്റർനെറ്റ് യൂസേജിലുള്ളത്. ഈ 400 മില്യൺ ആൾക്കാരും വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ അവർ കാണുന്നത് സ്വന്തം ഭാഷയിലാണ്. ഈ വീഡിയോകൾ കാണുന്ന ആൾക്കാർ 95% ഇന്ത്യയിൽ കാണുന്ന അവരവരുടെ ഭാഷയിലാണ്, അവരവരുടെ റീജിയണൽ ലാംഗ്വേജിലാണ്. ഒരു കാലത്ത് ഇംഗ്ലീഷിൽ തന്നെ വീഡിയോ ചെയ്താലേ ആക്സസിബിലിറ്റി കിട്ടുമായിരുന്നു. ഇന്ന് നമ്മുടെ സ്വന്തം ഭാഷയിലാണ് എല്ലാവരും വീഡിയോ കാണുന്നത്. അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് റീജിയണൽ ലാംഗ്വേജിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് ഇന്നുള്ളത്. ഒരു അനുകൂല സാഹചര്യമാണ്. 2020 ആവുമ്പോഴത്തേക്ക് ഏകദേശം 82% ഇന്റർനെറ്റ് സെർച്ചുകൾ ചെന്നെത്തുന്ന വീഡിയോകളിലായിരിക്കും, അല്ലാതെ ടെക്സ്റ്റുകളിലോ ഒന്നും അല്ലായിരിക്കും. %75 മൊബൈലിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതെല്ലാം ഈ 2020 വീഡിയോകൾ മാത്രമാവും. അതാണ് ഒരു ക്രിയേറ്റേഴ്സിന് കിട്ടാൻ പോകുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഇനി എന്തിനു മടിക്കണം, വീഡിയോകൾ ചെയ്തു തുടങ്ങൂ. ഇന്ന് വീട്ടമ്മമാരൊക്കെ TV കാണുന്നതിന്റെ അല്ലെങ്കിൽ സീരിയലൊക്കെ കാണുന്നതിന്റെ ഒക്കെ രീതികളെ മാറിക്കഴിഞ്ഞു. ഇന്ന് ടിവിയുടെ മുമ്പിലൊന്നും ആരും കുത്തിരിക്കുന്നില്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളത് യൂട്യൂബിൽ നിന്ന് കാണുന്ന ഒരു ശീലത്തിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ടിവിയുടെ കൃത്യസമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഈ TV ചാനലുകളെല്ലാം ഇത് യൂട്യൂബിലിടും. നമുക്ക് സൗകര്യമുള്ള സമയത്ത് അത് യൂട്യൂബിൽ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ TV കാണൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് 171% വർധനവാണ് യൂട്യൂബിന്റെ കാഴ്ചയിൽ ഉണ്ടാക്കിയത്. നമ്മുടെ വീഡിയോയിൽ ട്രാഫിക്കിൽ വരും, നമുക്ക് പോസിറ്റീവായിട്ട് സഹായിക്കും. ഈ വീഡിയോ നോക്കിയേ, ഇത് ഏതോ സൗത്ത് അമേരിക്കൻ ഭാഷയിലുള്ള ഒരു വീഡിയോ ആണ്. 1 ബില്യണിൽ കൂടുതൽ വ്യൂ കിട്ടാൻ സാധിച്ചു. അങ്ങനെ 100 വീഡിയോകൾ യൂട്യൂബിൽ നിന്നുണ്ട് 1 ബില്യണിൽ കൂടുതൽ വ്യൂ ഉള്ളത്. നമ്മള് മലയാളികൾ തൊട്ട് പുറകിലല്ല കേട്ടോ. നമ്മുടെ M4 മച്ചാന്മാരും 1 മില്യൺ അടിച്ചു, കരിക്കും 1 മില്യൺ അടിച്ചു. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കരിക്കിന് 1 മില്യൺ ഇല്ലായിരുന്നു, കരിക്ക് ഇപ്പൊ 1 മില്യൺ അടിച്ചു. നമ്മളും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് നേടിക്കൊണ്ട് വ്യൂസ് നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് യൂട്യൂബ് കരുതുന്ന കേരളത്തിലെ നമ്പർ 1 ക്രിയേറ്റേഴ്സ്. ടെക്കില് ജയരാജ് ഉണ്ട്, അതുപോലെ ഇബാദ് റഹ്മാൻ ഉണ്ട്, ഹെൽത്തിൽ ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ ഫുഡില് സലു കിച്ചൺ ഉണ്ട്, ട്രാവലില് സുജിത് ഭക്തൻ ഉണ്ട്. ഈ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് വരണ്ടായോ? പെട്ടെന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി പുതിയ വീഡിയോസ് ഇട്ട് തുടങ്ങൂ, കണ്ടന്റ് ഉള്ള വീഡിയോസ് ഇട്ട് തുടങ്ങൂ, നിങ്ങൾക്ക് ഈ ലിസ്റ്റിലെത്താം. കണ്ടന്റ് ആണ് യൂട്യൂബിൽ കിങ്. കണ്ടന്റ് ഉള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ആൾക്കാർ വരും, ലോകം നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. കേരളം ഭാഷ മനസ്സിലാവുന്നവര്, നമ്മുടെ കേരളത്തിലുള്ളവര് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾ വീഡിയോ ചെയ്താൽ മതി. നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പ്. ധാരാളം
ടോപ്പ് യൂട്യൂബേഴ്സിനെ കാണാൻ പറ്റി. ഭരത് ഗംഗാധരൻ ഒരു വലിയ താങ്ക്സ്. മിക്കവാറും എല്ലാ പോയിന്റ്സും ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.